ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ നമുക്ക് പതുക്കനെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ക്ലാസ്സസിലേക്ക് കിടക്കാം. എല്ലാവരും റെഡിയാണെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാ ചെയ്തേ? ജോമോനൊന്ന് പറയാൻ പറ്റുമോ? ആ സാർ നമ്മൾ ഹോസ്റ്റിംഗ് അത് പർച്ചേസ് ചെയ്ത് അത് ആക്റ്റീവ് ആക്കിയായിരുന്നു. ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തു, ആക്റ്റീവ് ആക്കി. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു? അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തേ? ഡൊമെയിൻ പർച്ചേസ് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ. ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി. നമ്മൾ ചില ദിവസങ്ങളിൽ ക്ലാസ് കട്ട് ചെയ്യാണ്ടിരിക്കുക, എല്ലാവരും ക്ലാസ്സിൽ കയറുക. യെസ് യെസ്. മുഹമ്മദ് സാഹിബ് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഇന്നലെ വരാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇന്നലെ കറക്റ്റ് ആ ടൈമിൽ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കവർ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. എങ്ങനെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന? മൊബൈലിലാണോ ഇതിലാണോ? ലാപ്ടോപ്പിലാണ്. ലാപ്ടോപ്പിലാണ്. ഓക്കെ. നമ്മൾ ഇന്നലെ ഒരു വെബ്സൈറ്റും അതേപോലെ വെബ്സൈറ്റ് റെഡിയാക്കുന്ന ഒരു സ്ട്രാറ്റജിയിലോട്ട് കടന്നു. ഓൾറെഡി നമ്മൾ അതൊക്കെ പർച്ചേസ് ചെയ്തും കഴിഞ്ഞായിരുന്നു. ഡൊമെയിൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നോ? ആ പർച്ചേസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നെ ഇപ്പോഴും അത് ഒരു എറർ കാണിക്കുന്നുണ്ട്. വി കനോട്ട് പ്രോസസ് ദിസ് ട്രാൻസാക്ഷൻ അറ്റ് ദിസ് ടൈം, പ്ലീസ് ട്രൈ അഗെയിൻ ലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു. ആ ഹാ ഹാ. അപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ഇല്ല, അതിപ്പോഴും അങ്ങനെ തന്നെ കാണിക്കുന്നത്. ആ കുഴപ്പമില്ല. അന്ന് പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു. അന്ന് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാ പോയെന്ന് തോന്നുന്നു അല്ലേ? അത് അന്നും ഇന്നും ഇപ്പോഴും ജസ്റ്റ് ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് പിന്നെ എറർ ഇപ്പോഴും അതുപോലെ തന്നെ കാണിക്കുന്നു. ആ ഓക്കെ ഓക്കെ. ഫൈൻ, കുഴപ്പമില്ല. പിന്നെ ഇന്നലെ ഒരു ദിവസം ക്ലാസ്സിൽ വരാത്തതുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള പാർട്ടൊക്കെ അങ്ങനെ അങ്ങ് പോയി. ആ പക്ഷെ നോക്കുക കേട്ടോ, നമുക്ക് എന്തൊക്കെയാണെങ്കിലും ഓക്കെ ഓക്കെ, ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോ. അല്ലെങ്കിൽ ആ ക്ലാസ്സിന്റെ വീഡിയോസ് എങ്കിലും മിനിമം നമ്മളത് കാണാനും കൂടി ഓക്കെ ഓക്കെ ശ്രമിക്കുക, മിസ്സാവുന്ന ദിവസമൊക്കെ കഴിഞ്ഞ. ഓക്കെ. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കണ്ടു, ഒരു ദിവസം കണ്ടില്ല, ഒരു ദിവസം കണ്ടു, ഒരു ദിവസം കണ്ടില്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുവാണ്. അതെ അതെ. അത് വലിയൊരു ലിമിറ്റേഷനിലേക്ക് ഫ്യൂച്ചറിൽ അത് പോയേക്കാം. ബട്ട് നോ വറീസ്, കുഴപ്പമില്ല. എന്തായാലും ഉം. എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ. നമ്മളെന്നാൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കുവാണ്. ഒന്ന് മുഹമ്മദ് സാഹിബ് സ്ക്രീൻ ഷെയർ ചെയ്യാവോ? ഓക്കെ സാർ, ഇങ്ങനെയാണ് കാണിക്കുന്നത്, കണ്ടില്ല ഒരു എറർ. കാണുന്നില്ല. സ്ക്രീൻ ഒന്ന് ലോഡ് ആവട്ടെ. ഇതിലിപ്പോൾ 4.52 ADV cannot process the transaction at the time. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ഹെൽപ്പ് അസ്. എന്താണ്? അവരെ വിളിക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. അതെ, ഇത് ഇന്റർനാഷണൽ ടോൾ ഫ്രീ നമ്പറാ. ടോൾ ഫ്രീ നമ്പറാണത്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഈ പേയ്മെന്റ് ഗേറ്റ് വേ വി കനോട്ട് പ്രോസസ് ദ ട്രാൻസാക്ഷൻ. ഒന്ന് ബാക്ക് എടുക്കാവോ ലെഫ്റ്റ് സൈഡിൽ? ഇനി ഒന്നും കൂടി അവിടെ ഐ എം റെഡി ടു പേ കൊടുക്കുക. ഓക്കെ ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യുക, തൽക്കാലം പുതിയ ടാബിലേക്ക് വരിക. Ctrl+T കൊടുക്കുക. Ctrl+T. ഓക്കെ. അതിൽ ഗോഡാഡി എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്യുക. ഇന്നലെ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നും കൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നൊന്ന് ഓക്കെ, മാത്രം. ഇത് ക്ലോസ് ചെയ്യണോ? ഇത് ഓൾറെഡി ഇവിടെ ഉള്ളത് ക്ലോസ് ചെയ്യണോ? അതൊന്നും ചെയ്യണ്ട. ഇപ്പോൾ ഫോർ ദി ടൈം ബീങ് ഗോഡാഡി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഗോഡാഡി. ഓക്കെ. ഇതിൽ സ്പോൺസേർഡ് അല്ലാത്ത റിസൾട്ട് ഏത് വേണമെങ്കിൽ എടുക്കാം. സ്പോൺസേർഡ് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് റൈറ്റ് സൈഡിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓൾറെഡി സൈൻഡ് ഇൻ ആയി. അവിടെ നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു ഡൊമെയിൻ നെയിം, നേരത്തെ നമ്മൾ നോക്കിയ ഡൊമെയിൻ നെയിമിനെ ഒന്നും കൂടി ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് നമ്മളൊന്ന് എഴുതുക. Mintesa.online അല്ലേ? അതെ. അതൊക്കെ താഴേക്ക് വരും. നമ്മളപ്പോൾ ഒരു നോർമൽ റേറ്റിൻ്റെ ഡൊമെയിൻ നെയിമാണ് പർച്ചേസ് ചെയ്യുന്നത്.
ഉം. അതിനെ കണ്ടിന്യൂ കൊടുത്തോളൂ കേട്ടോ. അതിപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. കുഴപ്പമില്ല. കണ്ടിന്യൂ കൊടുക്കുക. ഇന്നലെ ചെയ്ത സെയിം പ്രോസസ്. നോ ഡൊമെയിൻ പ്രൊട്ടക്ഷൻ കൊടുത്തോളൂ, കാരണം ഗോഡാഡി ഓൾറെഡി നമ്മുടെ ഡൊമെയിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നോ ഡൊമെയിൻ പ്രൊട്ടക്ഷൻ കൊടുത്തോളൂ. എന്നിട്ട് കണ്ടിന്യൂ ടു കാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കും. പതുക്കനെ താഴേക്ക് വരിക, വളരെ പതുക്കെ. .co എന്ന് പറഞ്ഞിട്ട് അതിനെ മാത്രം ഒന്ന് ഡിലീറ്റ് ചെയ്തോളൂ. 379 തൊട്ട് താഴെ ഓക്കെ. അതൊന്ന് റെഡി ആവട്ടെ. 3.64 ആയി അല്ലേ? ഇനി ഐ ആം റെഡി ടു പേ എന്ന് പറഞ്ഞ് ഏറ്റവും താഴെ കൊടുത്തു. ഇതില് 4.52. കൊടുത്തു നോക്കല്ലേ? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മളിപ്പോൾ റെക്കോർഡിങ്ങിലും കൂടിയാണ്. ഓക്കെ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് എല്ലാവരും? ജോമോൻ, ജിൻഷ, ശീതൾ, സുഹേറ എല്ലാവരും അത് നോക്കിയായിരുന്നോ? എങ്ങനെയൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്? എല്ലാവരുടെയും ഹോസ്റ്റിംഗ് റെഡി ആണല്ലോ അല്ലേ? നോക്കിയായിരുന്നു. ഓക്കെ. ജിൻഷയുടെ റെഡി ആയിട്ടുണ്ടോ? റെഡിയാണ്. ശീതളിന്റെ ആയിട്ടുണ്ടല്ലോ? ആയിട്ടുണ്ട്. ഓക്കെ. നമ്മളൊരു 59 റുപ്പീസിന്റെ ഹോസ്റ്റിംഗ് അവിടെ പർച്ചേസ് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ മുഹമ്മദ് സാഹിബും കൂടി ഒന്ന് അത് പർച്ചേസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. എനിക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഹോസ്റ്റിങ്ങിന്റെ ഇതാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ ഹോസ്റ്റിങ്ങിന് ഒരു ഡെഫിനേഷൻ ഒന്ന് പറയാവോ? ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്ഥലമാണ്. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവർ സ്പേസ് നമ്മുടെ വെബ്സൈറ്റിനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരൂടെ വോളിയത്തിലൊന്ന് പറയാം. ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയോ ഇപ്പോ വോയിസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ. വോയിസ് കുറവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻഫോം ചെയ്യുക, കാരണം നമുക്കതൊരു ലിമിറ്റേഷൻ ആവാണ്ടിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു സെർവർ സ്പേസ് ആണ്, നമ്മുടെ വെബ്സൈറ്റിനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. ഇപ്പോൾ നമുക്ക് വീട് വെക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ഥലം വേണം. ഒരു സ്ഥലം വേണം. അതേപോലെ തന്നെ വെബ്സൈറ്റ് വെക്കാനും നമുക്കൊരു സ്പേസ് വേണം. ആ സ്പേസിനെയാണ് ഈ സെർവർ സ്പേസ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീടിന് നമ്മളൊരു പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം നമ്മുടെ ഡൊമെയിൻ നെയിമായിട്ട്. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിനി അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ വെബ്സൈറ്റിനെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കാണുന്നതായിരിക്കും. എല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ചെയ്ത് മുന്നോട്ട് വരിക. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് എങ്ങനെയാ സുഹൈറ? എവിടെയാണ്? വീട്ടിലാണോ? ഇന്നലെ ട്രാവലിംഗ് ആയിരുന്നല്ലോ. വീട്ടിലാണ്. വീട്ടിലാണ്. ഓക്കെ. അപ്പൊ നെറ്റൊക്കെ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. നെറ്റൊക്കെ വൈഫൈ ആണ്. വൈഫൈ അല്ല. ഓക്കെ. അപ്പൊ ഇന്നിനി നോ പ്രോബ്ലം. എന്തായാലും ഫുൾ സ്വിങ്ങിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. പിന്നെ എന്തായാലും നന്നായി. എങ്ങനെയുണ്ട് മുഹമ്മദ് സാഹിബ്? അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നോ? റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കൂ. യെസ്. ഒന്ന് ഷെയർ ചെയ്തോളൂ. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ. താങ്ക് യു ഫോർ യുവർ ഓർഡർ. താഴേക്ക് അവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം. അപ്പൊ അങ്ങനെ bintesa.online നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നു 1 ഇയറിലേക്ക്. അതിന് തൽക്കാലം പബ്ലിഷ് കൊടുത്തിട്ട് നമുക്കൊരു ഡീഫോൾട്ട് വെബ്സൈറ്റ് നമ്മുടെ ഗോഡാഡി ചെയ്തു തരികയാണ്. പക്ഷെ അത് പോരാ, നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്കും കൂടി കിടക്കണം. അതിനെ കണ്ടിന്യൂ കൊടുത്തോളൂ.
കൊടുത്തു. ഓക്കെ ഓക്കെ. ആ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യുക, പുതിയൊരു ടാബിലേക്ക് വന്നോളൂ. Ctrl+T കൊടുക്കുക. Ctrl+T. നമ്മൾ എവിടെ നിന്നാണ് ഹോസ്റ്റിംഗ് വാങ്ങിച്ചേ? ആർക്കാണ് പറയാൻ പറ്റുക? ഗോഡാഡി. ആ അത് മുഹമ്മദ് സാഹിബ്, നമ്മളിപ്പോൾ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഹീറോ ഇനി ഹോസ്റ്റ്. ഹീറോ ആ ഹോസ്റ്റിംഗ് ഇന്നലെ ഹീറോ ഹീറോ ഹോസ്റ്റിംഗ്. ഹോസ്റ്റി. യെസ്, അപ്പോൾ ഹീറോ ഹോസ്റ്റി എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്തോളൂ. ഹീറോ ഹോസ്റ്റിംഗ്. ആ ഹീറോ ഹോസ്റ്റി, HEROHOSTY. ഹോസ്റ്റിംഗ് അല്ല, TY. Y എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തോളൂ, എൻ്റർ കൊടുക്കുക. യെസ്, ഓക്കെ. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ? ഹീറോ ഹോസ്റ്റി, ഹോസ്റ്റിംഗ് സെർവർ പ്രൊവൈഡർ ഇൻ ഇന്ത്യ, UK, യൂറോപ്പ്. അതിലേക്ക് വരിക. ഇതിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ചീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുമല്ല, നമുക്ക് എന്താണ്, നമ്മുടെ ആവശ്യമെല്ലാം നടക്കും. അപ്പോൾ അതൊരു 59 റുപ്പീസിൻ്റെ പാക്കേജ് നമ്മളവിടെ പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു മാസത്തേക്ക് വെരിഫൈ ചെയ്തിട്ട് നമുക്കതിനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ മേളിൽ കണ്ടോ ഒരു വട്ടത്തിനകത്ത് ഒരാള്? ഇത് സെലക്ട് ചെയ്യുക. അവിടെ ഏറ്റവും താഴേക്ക് വരിക, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തോളൂ. ഓക്കെ, അതിൽ നമ്മുടെ സ്വന്തം ഡീറ്റെയിൽസ് എല്ലാം എഴുതാം. ഇന്ത്യൻ കൺട്രി മാറ്റിക്കൂടാ? ഇവിടുത്തെ നമ്പറും ആ കൊടുത്തോ? മാറ്റിക്കോളൂ. യെസ്. നമ്മൾ അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക കേട്ടോ, ഏറ്റവും മേളിൽ. ഓക്കെ. നമ്മുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സും പാസ്വേഡൊക്കെ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. ലിങ്ക് ഇനീഷ്യേറ്റഡ്, പ്ലീസ് കംപ്ലീറ്റ് ദി രജിസ്ട്രേഷൻ. ഇത് ആ പിന്നെ ഇവിടെ ഇനി കൊടുക്കും. ബാക്കിയുള്ള നമ്മുടെ സ്വന്തം ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തോളൂ. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. കറക്റ്റ് ആണല്ലോ അല്ലേ? അതെ. കമ്പനി നെയിമിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ആ അത് ഓപ്ഷണൽ ആണ്, അത് വേണ്ട. പതുക്കെ താഴേക്ക് വരിക. ബാക്കിയുള്ള അഡ്രസ്സ് കൊടുക്കുക, സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, അതെല്ലാം കൊടുത്തോളൂ. യെസ്, ശീതൽ പറഞ്ഞോളൂ. അത് കൺട്രി ഇന്ത്യ മാറ്റിയാലേ മറ്റത് ചെയ്യാൻ പറ്റൂ. സ്റ്റേറ്റ് ദുബായ് വെക്കാൻ പറ്റൂ. കൺട്രി ഇന്ത്യയാണ് ഇപ്പോഴും കിടക്കണേ, അതുകൊണ്ടാണ് അത് വരാത്തത്. ആ ഓക്കെ. യെസ്, അത് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ എവിടെ കറന്റ്ലി സ്റ്റേ? ഞാനാണോ? ഞാനോ? ആ യെസ്. ഷബീബാണോ അതോ ആരാണ്? ഷബീബുണ്ടോ സാഹിബ്, അതെ സാറിന്? അതെ, മുഹമ്മദ് സാഹിബ് തന്നെ ഞാൻ ദുബായിലാ. ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ തന്നെ കറക്റ്റ് ലൊക്കേഷൻ അഡ്രസ്സൊക്കെ കൊടുത്തോളൂ. എല്ലാം ചേഞ്ച് ചെയ്യുക. യെസ്, ഇവിടെ അപ്പോൾ കൊടുക്കണോ? നമ്മുടെ ഹൗ ഡിഡ് യു ബാക്കിയുള്ള ഫൈൻഡ് us? ഓക്കെ Do you ആണ് stay? കേട്ടോ.
അതിനെ ഐ ഹാവ് റെഡ് ആൻഡ് എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇമെയിൽ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും നമ്മുടെ മെയിലിൽ. പുതിയൊരു Okay. ടാബിലേക്ക് വരിക, Ctrl+T കൊടുത്തിട്ട് നമ്മൾ ജിമെയിലിലോട്ട് വരാം. യെസ്, എന്നിട്ട് അവിടെ ഇമെയിൽ അഡ്രസ് വെരിഫിക്കേഷൻ രണ്ടാമത്തെ മെയിലിലേക്ക് വരിക. അതിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്കൊരു ലിങ്ക് കാണാൻ പറ്റും, വെരിഫൈ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ് നീല കളറിൽ. യെസ്, അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ് വെരിഫൈ ആയിട്ടുണ്ട്. ഇനി We continue. പതുക്കെ നമുക്ക് നമ്മുടെ ക്ലയന്റ് ഏരിയയിലേക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇതുവരെ ചെയ്തേക്കുന്നത്? അപ്പോൾ നമ്മുടെ ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ പുതിയൊരു സർവീസ് ഓർഡർ ചെയ്യണം. അപ്പോൾ ഒരു 59 റുപ്പീസും കൂടി പേയ്മെന്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ആ 0 സർവീസസ് എന്ന് പറഞ്ഞ കണ്ടോ ഏറ്റവും മേളിലായിട്ട്, 0 സർവീസസ്. കണ്ടില്ല, ഏത് ഭാഗത്താ? ആ 0 എന്നിട്ട് സർവീസസ് എന്ന് പറഞ്ഞ കണ്ടോ? ഇതോ? ആ യെസ്, ഓക്കെ. അതിനെ സെലക്ട് ചെയ്യാം. നമുക്കവിടെ ഓർഡർ ന്യൂ സർവീസസ് എന്ന് പറഞ്ഞ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതിനകത്ത് സിംഗിൾ ഷെയർഡ് ഹോസ്റ്റിംഗ് നമുക്കൊരു ഏറ്റവും നോർമൽ പാക്കേജ് ആണ്, അത് നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഐ വിൽ യൂസ് മൈ എക്സിസ്റ്റിംഗ് ഡൊമൈൻ ആൻഡ് അപ്ഡേറ്റ് മൈ നെയിം സെർവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗോഡാഡിയിലേക്ക് വരാം. അതിൽ വന്ന bintesa.online എന്ന് പറഞ്ഞുണ്ടോ, യുവർ ബിസിനസിന്റെ തൊട്ട് താഴെ. അതെ. നമുക്ക് ആ പേര് അങ്ങനെ തന്നെ കോപ്പി ചെയ്യാം. Ctrl+C കൊടുത്തിട്ട് ഓക്കെ, കോപ്പി കൊടുക്കുക. യെസ്, ഇനി തിരിച്ച് നമ്മുടെ ക്ലയന്റ് ഏരിയയിലോട്ട്. ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് ഇത് ക്ലോസ് ചെയ്തോളൂ, ഈ ടാബ് ക്ലോസ് ചെയ്തോളൂ. ഓക്കെ. അയ്യ, ഒരു മിനിറ്റ്. ആ യെസ്, ഇത് ക്ലോസ് ചെയ്യണോ? അത് മാത്രം. ടാബ് ക്ലോസ് ചെയ്യട്ടെ? യെസ്, മിനിമൈസ് ചെയ്താൽ മതിയോ? അല്ല, ഈ ടാബ് മാത്രം ക്ലോസ് ചെയ്തോളൂ. ഇനി റൈറ്റ് സൈഡിലെ ടാബിലേക്ക് വരാൻ, നമ്മുടെ ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ടോപ്പിലായിട്ട്, അല്ല മേളിലെ നമ്മുടെ ടാബ് മാറി, ഗോഡാഡി അല്ല, തിരിച്ച് മേളിൽ കണ്ടോ ഇമെയിൽ അഡ്രസ് എന്നൊക്കെ പറഞ്ഞ്, അതിന്റെ റൈറ്റ് സൈഡിൽ കണ്ടോ ഷോപ്പിംഗ്, റൈറ്റ് ഈ സൈഡിൽ പേജിൽ തന്നെയാണോ? ഇവിടെ? റൈറ്റ് ഹാൻഡ്. ആ ഇമെയിൽ അഡ്രസ്സിന്റെ അങ്ങോട്ടൊന്ന് കൊണ്ടുവരാവോ ടാബ്, നമ്മുടെ കർസർ ഒന്ന് കൊണ്ടുവരാവോ? നമ്മളിപ്പോ കണ്ടായിരുന്നില്ലേ ഇമെയിൽ അഡ്രസ് ലെഫ്റ്റ് സൈഡിൽ മേളിൽ. ഇതോ? ഇമെയിൽ ഐ ഡി ഇതോ? യെസ്, അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞ് കണ്ടോ? ശ്രദ്ധിക്കുക, അതിന്റെ മേളിൽ യെസ്, ആ ഇമെയിൽ അഡ്രസ്സിന്റെ തൊട്ടടുത്തായിട്ട് നോക്കൂ. എവിടെ? ഈ പേജിലാണോ സാർ ഉദ്ദേശിച്ചത്? അല്ല, ഒരു കാര്യം ചെയ്യാം, മുഹമ്മദ് സാഹിബിന് മേളിൽ കാണുന്നുണ്ടോ? ഏറ്റവും മേളിലോട്ട് കർസർ കൊണ്ടുവന്നേ, മേളിലോട്ട് പോട്ടെ. അതിന്റെ പതുക്കെ, വളരെ പതുക്കെ, സ്ലോലി റൈറ്റിലോട്ട് പതുക്കെ മൂവ് ചെയ്യുക. റൈറ്റ് സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്തോളൂ. അത്രയും സ്പീഡിൽ പോകല്ലേ, അങ്ങ് അറ്റത്തോട്ട് കൊണ്ടുപോകാനല്ല മുഹമ്മദ് സാഹിബ് പറയുന്നേ. ആ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടില്ലായിരുന്നോ? ശ്രദ്ധിക്കണം. സാറേ, ഇതിന്റെ ഈ ഷെയർ ബട്ടണും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ കാണിക്കുന്നത്. ഓക്കെ, അതൊരു വെർച്വൽ ഇന്റർഫേസ് ആണ്. അതിന്റെ അടുത്തോട്ടൊന്ന് കർസർ കൊണ്ടുവരാവോ? അപ്പോൾ അതിന്റെ സെന്ററിലായിട്ട് ഒരു ഡൗൺ ആരോ കാണാൻ പറ്റും.
അതിന്റെ നടുക്കായിട്ട് കണ്ടോ ഒരു ഡൗൺ ആരോ? ഇവിടെ ഈ ഓൾറെഡി ഇത് ഹൈഡായി കിടക്കണം. ഈ പിന്നെ നമ്മളെ ഈ സൂമിന്റെ ഈ മറ്റുള്ള മനസ്സിലായി. ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓഡിയോ വീഡിയോ, അതിനെ ഇതൊക്കെ ഒന്ന് അവിടെ മുട്ടിക്കാവോ? വെറുതെ ഒന്ന് കർസർ മുട്ടിക്കാവോ? അത് വന്നോ? ഇതാണോ ഉദ്ദേശിച്ചത്? ആ യെസ് യെസ്, കറക്റ്റ് കറക്റ്റ്. അതവിടെ ഹൈഡായി കിടക്കായിരുന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കവിടെ ആ എക്സാമ്പിൾ എന്ന് പറഞ്ഞ അവിടെ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത നമ്മുടെ ഡൊമൈൻ നെയിമിനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമുക്ക് ആ ഡോട്ട് ഓൺലൈൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കണുണ്ടോ? ഉം. അത് മാത്രം ബാക്ക് സ്പേസ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ഇനി ആ റൈറ്റ് സൈഡിൽ കോമിൻ്റെ അപ്പുറത്ത് കോം എന്ന് പറഞ്ഞ കണ്ടോ? ഉം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ഇല്ല, കോം COM എന്ന് പറഞ്ഞ കണ്ടോ? അവിടെ സെലക്ട് ഇവിടെ ചെയ്ത് ഓൺലൈൻ കൊടുക്കുക. ഓൺലൈൻ എന്ന് പറഞ്ഞു കൊടുത്തോളൂ. യെസ്. ആ, ഇനി നമുക്ക് യൂസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ നെയിമിനെ നമ്മുടെ ഹോസ്റ്റിങ്ങിലേക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ബട്ട് നമുക്കിപ്പോൾ 57 രൂപ 82 പൈസയാണ് ഒരു മാസത്തേക്കുള്ള ഒരു ചാർജ് വരുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ? പേയ്മെന്റ് ചെയ്യാൻ ഓക്കെ ആണോ? ആ ഓക്കെ. എന്നാ കണ്ടിന്യൂ കൊടുത്തോളൂ. അതിലേക്ക് വരിക, കണ്ടിന്യൂ കൊടുത്തിട്ട് അവിടെ തന്നെ താഴെ ചെക്കൗട്ട് കൊടുത്തു. റൈറ്റ് സൈഡിൽ തന്നെ കണ്ടോ? ശ്രദ്ധിക്കുക, ചെക്കൗട്ട് കൊടുത്തു. ചെക്കൗട്ട് കൊടുത്തിട്ട് ഇതേ പേജ് തന്നെ വരുന്നത്. ഓക്കെ, ഒന്ന് താഴോട്ട് വരിക, താഴോട്ട് വരിക. അതിലെന്തെങ്കിലും ടിക്ക് ചെയ്ത് അതിന്റെ താഴെ കണ്ടോ ഐ ഹാവ് റെഡ് ആൻഡ് എഗ്രി ടു ദ ടേംസ് ഓഫ് സർവീസസ്. റൈറ്റ് സൈഡിൽ ചെക്കൗട്ടിന്റെ താഴെ കണ്ടോ ഒരു വളരെ ചെറിയൊരു ചെക്ക് ബോക്സ്. ഇനി കണ്ടിന്യൂ കൊടുത്തോ. ചെക്കൗട്ട് കൊടുക്കല്ലേ? യെസ് യെസ്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്തിട്ട് ഏതാണ് നമുക്ക് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് വരും, അതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്. ആ, എന്ത് പറ്റി? UPI ഓർമ്മയുണ്ടോ? ഇല്ല, ജസ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ ഓക്കെ. ജസ്റ്റ് ഈ ഹോസ്റ്റിന്റെ യൂസ് എന്താണ്? ഇതിന്റെ ആവശ്യം എന്താണ്? ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുഹൈറ, എന്തുകൊണ്ടാണ് നമ്മൾ ഹോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്? ആർക്കാ പറയാൻ പറ്റുക ഹോസ്റ്റിംഗ്? ഫസ്റ്റ് നമ്മളൊരു ഡൊമൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡൊമൈൻ നെയിം, ഒരു യൂണിക് അഡ്രസ് ഉള്ള ഒരു ഡൊമൈൻ നെയിം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു സെർവർ സ്പേസിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നു.
യെസ് നമ്മുടെ വെബ്സൈറ്റിനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. സ്പേസ്. ഓക്കെ. ഇനി തൽക്കാലം താഴെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തോളൂ. ഓക്കെ, എല്ലാവരും ഹോസ്റ്റിംഗിലേക്ക് വരിക കേട്ടോ. ഓക്കെ അല്ലേ സാറോ? യെസ് എല്ലാവരും ഹോസ്റ്റിംഗിലേക്ക് വരിക. ഹീറോ ഹോസ്റ്റ് എടുക്കുക. ഹീറോ ഹോസ്റ്റ് എടുത്തിട്ട് എല്ലാവരും നമ്മുടെ ചാറ്റിൽ യെസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക. എടുത്ത എല്ലാവരും. സർ, എനിക്ക് ഇതേപോലെ അല്ലല്ലോ മൈ ഡാഷ്ബോർഡിൽ കാണിക്കുന്നേ. ഓക്കെ, നമുക്ക് എങ്ങനെയാ ഇപ്പൊ കാണുന്നേ? ഒന്ന് നോക്കാം. ഓക്കെ, മുഹമ്മദ് സാഹിബ് ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ഓക്കെ. സുഹൈറ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. സർ കാണുന്നുണ്ടോ? യെസ് ഇത് കുറച്ച് സൈസ് വലുതാണെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിനെ നമുക്ക് ആ റൈറ്റ് സൈഡിൽ മേളിൽ ആ 3 കുത്തി ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് റൈറ്റ് സൈഡിൽ മേളിൽ കണ്ടോ ഒരു 3 ഡോട്ട്സ്? ഇവിടെയാണോ? യെസ്. ഇതിന്റെ റെസൊല്യൂഷൻ എനിക്കൊന്ന് കുറച്ച് വലുതായി കിടക്കാമെന്നാണ്. ഒന്ന് മിനിമൈസ് ചെയ്യാവോ? ഏറ്റവും മേളിൽ ആ മൈനസ് സൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മിനിമൈസ് കൊടുത്തോളൂ. എന്നിട്ട് ആ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മിനിമൈസ് ചെയ്തോളൂ. മിനിമൈസ്. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മേളിൽ ഒരു സ്ക്രീനിന്റെ അവിടെ വന്നിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡിസ്പ്ലേ സെറ്റിംഗ്സിലോട്ട് വരാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് കൊടുത്തോളൂ. മേളിലെ സ്വയറ അവിടെ തന്നെ, അവിടെ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്തോളൂ. റൈറ്റ് ക്ലിക്ക് മൗസ് ഉണ്ടോ? ഓക്കെ ഓക്കെ ആ, ഓക്കെ. അതില് ഡിസ്പ്ലേ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനെ വളരെ പതുക്കെ ചേഞ്ച് പറയുന്നത് പതുക്കെ താഴേക്ക് വരിക. ഇത് കണ്ടോ, റെക്കമെൻഡേഷൻ 150 ആണല്ലോ. ചേഞ്ച് ദ സൈസ് ടെക്സ്റ്റ് ആപ്പ് ആൻഡ് അതർ ഐറ്റംസ്. അതിനെ 100 കൊടുക്കാവോ? ഇവിടെയാണോ? യെസ്. ഓക്കെ. അതിനെ ഒന്ന് വേണമെങ്കിൽ 100%ലേക്ക് ആക്കാം. 100%ത്തിലേക്ക് ആക്കാം. 100 അല്ലേ പറഞ്ഞേ? ഓ അതെ, പക്ഷെ അത് വല്ലാണ്ട് ചെറുതായി പോയി അല്ലേ? Yes. എന്നാ ഒരു 125 കൊടുക്കൂ. ഇത് മതി, തൽക്കാലം ഇങ്ങനെ മതി. നമുക്ക് നോക്കാം എന്തായാലും. പതുക്കെ നമ്മുടെ വീണ്ടും ഗൂഗിൾ ക്രോമിലേക്ക് വരിക. ഓക്കെ വന്നിട്ടുണ്ട്. ഇനി അവിടെ എല്ലാവർക്കും ഇത് കിട്ടിയോ? നമ്മുടെ ഹീറോ ഹോസ്റ്റ്
കിട്ടി. ഓക്കെ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഹീറോ ഹോസ്റ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. സുഹൈറ ലെഫ്റ്റ് സൈഡിൽ 2 ടാബ് കണ്ടോ? 2 ഹീറോ ഹോസ്റ്റിയുടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അതെ. അതിനെയൊക്കെ ക്ലോസ് ചെയ്തോളൂ. അതൊന്നും നമുക്കിനി വേണ്ട. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ഇനി പുതിയ ടാബിലേക്ക് വരിക. എല്ലാവരും പുതിയൊരു ടാബിലേക്ക് വരിക. കൺട്രോൾ ടി കൊടുത്താൽ യെസ്. പുതിയ ടാബിൽ എല്ലാവർക്കും വരാൻ പറ്റിയെങ്കിൽ ജിമെയിൽ എടുക്കുക. ഓക്കെ. എല്ലാവർക്കും ജിമെയിൽ എടുക്കാൻ പറ്റിയോ? ആർക്കെങ്കിലും എടുക്കാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് അവിടെ ഹീറോ ഹോസ്റ്റിന്റെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ന്യൂ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ. അത് സെലക്ട് ചെയ്യുക. ന്യൂ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഹോസ്റ്റി നമുക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. കിട്ടിയിട്ടില്ല സാറേ. ജോമോൻ ഇന്ന് വന്നതല്ല, നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്തപ്പോൾ വന്നതാണത്. ഓക്കെ. ഒന്ന് നോക്കിയേ, കുറച്ചൊന്ന് പതുക്കെ സ്ക്രോൾ ചെയ്തൊക്കെ ഒന്ന് നോക്കിയേ, അവിടെ ഉണ്ടോ? ആ ഹീറോ ഹോസ്റ്റ് വാങ്ങിച്ച മെയിൽ തന്നെയല്ലേ വന്നേക്കുന്നേ? ന്യൂ അക്കൗണ്ട് അതല്ലേ സാറേ? അത് തന്നെ, ന്യൂ അക്കൗണ്ട് ഇൻഫർമേഷൻ. അതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് യെസ് സുഹൈറ, അതിനെ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യും. ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. പതുക്കനെ താഴേക്ക് വരിക. വളരെ പതുക്കെ താഴേക്ക് വരുമ്പോൾ സെർവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. സെർവർ ഇൻഫർമേഷൻ. കണ്ടോ സെർവർ ഇൻഫർമേഷൻ? സുഹൈറ കണ്ടോ ബോൾഡായിട്ട്? കണ്ടു. ഇത് ആർക്കെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടോ? മുഹമ്മദ് സാഹിബിന് കിട്ടിയോ? സെർവർ നെയിം, സെർവർ IP അതിൻ്റെ ഒക്കെ താഴെയാണോ? സെർവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കിട്ടിയല്ലോ. അതില് ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്ന് അത് കൊടുക്കണോ സാറേ? വേണ്ട. അത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. സെർവർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് വന്നോളൂ. അതെ, ഓക്കെ. സെർവർ നെയിം, സെർവർ IP. യെസ്, കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കാം. അവിടെ തൊട്ട് താഴെയായിട്ട് NS1 ഡോട്ട് നെയിം സെർവർ 1ന്റെ അകത്തെ NS1 ഡോട്ട് ഹീറോ ഹോസ്റ്റി ഡോട്ട് XYZ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിനെ കോപ്പി ചെയ്യുക കേട്ടോ. ക്ലിക്ക് ചെയ്യണ്ട, കോപ്പി ചെയ്യുക മൊത്തത്തിൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്നിൻ്റെ മുമ്പിലും XYZ കഴിഞ്ഞിട്ടും ഒരു സ്പേസ് ബാർ നമ്മൾ ഇടാണ്ടിരിക്കുക. സ്പേസ് ബാർ കോപ്പി ചെയ്യാണ്ടിരിക്കുക. അതിനെ ക്ലിക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തോളൂ. NS1 അത് കണ്ടോ, എന്നിൻ്റെ മുമ്പിൽ ഇപ്പോൾ സുഹൈറ ഒരു സ്പേസ് ബാർ കോപ്പി ചെയ്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല. ഇസഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് എടുക്കുന്നതായിരിക്കും എളുപ്പം. ZZ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കുന്നതായിരിക്കും എളുപ്പം. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അത് തന്നെ ചെയ്തോളൂ. ഒന്ന് നല്ലോണം ഒന്ന് ചെയ്യുക. യെസ്, ഓക്കെ. കൺട്രോൾ C കൊടുക്കുക. കോപ്പി ചെയ്തിട്ട് എല്ലാവരും കോപ്പി ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആയെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക.
ആ ഇത് ജോമോൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പതുക്കനെ നമ്മുടെ ഗോഡാഡിയിലോട്ട് വരാം. എല്ലാവരും നമ്മുടെ ഗോഡാഡിയിലേക്ക് ഇത് കോപ്പി ചെയ്തിട്ട് വേണം ഗോഡാഡിയിലോട്ട് വരാൻ. വന്നോളൂ, ഗോഡാഡിയിലേക്ക് വരാം. ഓക്കെ. നമുക്ക് ആ ബെല്ലൈക്കന്റെ അപ്പുറത്ത് ഒരു റൗണ്ടിനകത്ത് നമ്മുടെ പേരിന്റെ ആൽഫബറ്റ്സ് ഉണ്ടാവും. SS എന്നാണ് ഇപ്പോൾ സുഹേറയുടെ പേരിലിരിക്കുന്നത്. അപ്പോൾ ആ SS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പേരിന്റെ ആ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും മൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആർക്കെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞോളൂ. സെലക്ട് ചെയ്തോളൂ കേട്ടോ സുഹൈറ. മൈ പ്രൊഡക്ട്സിൽ സെലക്ട് ചെയ്യുക. ഇനി പതുക്കനെ താഴേക്ക് വരിക. ശ്രദ്ധിക്കുക, സുഹൈറ സമദ് .ഷോപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഓൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിനകത്ത് നമ്മുടെ ഡൊമൈൻസിനകത്ത് നമ്മുടെ ഡൊമൈൻ നെയിം കിട്ടിയല്ലോ എല്ലാവർക്കും. ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാറേ പറയണേ. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഇത് കട്ടായി പോയായിരുന്നേ. ഗോഡാഡിയിലേക്ക് വരിക എന്നല്ലേ സാറ് പറഞ്ഞേ ലാസ്റ്റ്? അതെ അതെ, ഗോഡാഡിയിൽ വന്നോ? പറയണം, ആരെങ്കിലും എവിടെയെങ്കിലും കട്ടായി പോയെങ്കിൽ പറയുക. ജോമോൻ വന്നോ? എങ്ങനെയാണ്? സാർ ഗോഡാഡിയിൽ വന്നു. ഓക്കെ. ഗോഡാഡിയിൽ വന്നിട്ട് ഓൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമ്മുടെ ആ റൈറ്റ് സൈഡിൽ നമ്മുടെ പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കന്റെ റൈറ്റ് സൈഡിലെ ഓക്കെ, ഡൊമൈൻ നെയിംസ് ആൻഡ് വെബ്സൈറ്റ് അതിനകത്ത് തന്നെ കയറി ലോഗിൻ ചെയ്യണം അല്ലേ? ഏതിനകത്ത്? ആ ബെല്ലൈക്കന്റെ റൈറ്റ് സൈഡിൽ വട്ടത്തിനകത്ത് ജെ എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ? എനിക്ക് സാർ ഗോഡാഡി വന്നു. ലോഗിൻ ചെയ്തായിരുന്നോ? ഇല്ല, ലോഗിൻ ചെയ്തിട്ടില്ല. അത് ലോഗിൻ ചെയ്ത് വരിക. ലോഗിൻ ചെയ്തു. സൈൻ ഇൻ ഗോഡാഡി. എവിടം വരെ എത്തി ജോമോൻ? സൈൻ ഇൻ ചെയ്തോണ്ടിരിക്കുക സാറേ. ഓക്കെ ഓക്കെ. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കണേ. ഗൂഗിളാ? അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സുഹൈറ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ജോമോൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ സാർ, ഒരു മിനിറ്റ്.
ഒന്ന് ഷെയർ ചെയ്തോളൂ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോളൂ ജോമോൻ. ഒരു മിനിറ്റ് സാർ, 1 മിനിറ്റ്. യെസ് യെസ്. ജോമോൻ എന്ത് ചെയ്യാണ്? ഒരു സാർ 1 മിനിറ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ ജോമോൻ, ജോമോൻ ആ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഓക്കെ. ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ജോമോൻ. ഇതൊക്കെ നമുക്ക് ലോഗിൻ ചെയ്തൊക്കെ എടുക്കാൻ നമ്മളൊക്കെ ഒന്ന് പഠിക്കുകയൊക്കെ വേണേ. ആദ്യമേ തന്നെ ഒന്ന് ലോഗിൻ ഒക്കെ ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയി തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സൈക്കിൾ ചവിട്ടാനൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ പിന്നീടെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെത്താനെ ചവിട്ടേണ്ടി വരും. ആ ഒരു സ്റ്റേജിലേക്ക് സോറി സാർ. നമ്മൾ പതുക്കെ ആവണം. അല്ല, ജസ്റ്റ് പറഞ്ഞു, നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. ടേക്ക് യുവർ ടൈം, ഡു ഇറ്റ് സ്ലോലി. പക്ഷേ നമ്മൾ കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലോട്ട് കടക്കണം, എന്നാലേ ശരിയാവും. ഓക്കെ. ഓക്കെ, സൈൻ ഇൻ അല്ലേ സാറേ? അതെ, ചെയ്തോളൂ സൈൻ. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അല്ലേ? സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, യെസ്, കറക്റ്റ് തന്നെയാണ്. അതിൻ്റെ റെസൊല്യൂഷൻ സൈസ് വേണമെങ്കിൽ ഒന്ന് കുറച്ചോളൂ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സാർ. റൈറ്റ് സൈഡിൽ മേളിൽ ഒരു 3 കുത്ത് കണ്ടോ? യെസ്. അതിനെ സെലക്ട് ചെയ്യുക. അവിടെ സൂം 100%-നെ കുറച്ചോളൂ, ഒരു 80% ആക്കിക്കോ. 80യോ വേണമെങ്കിൽ ഒരു പൊടിക്ക് ഒരു 70 കൊടുക്കാം. 70 മതി. ഓക്കെ, 67 മതി. അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ സ്ക്രീൻ റെസൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ JS എന്ന് പറഞ്ഞുണ്ടോ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നമ്മൾ ചെയ്യുന്ന സ്ക്രീനിന്റെ അവിടെ തന്നെ JS എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്തോ, തൊട്ട് താഴെ. പതുക്കെ താഴേക്ക് വരിക. കുറച്ചും കൂടി. അതെ, അവിടെ തന്നെ ആ ഡൊമൈൻസിനകത്തെ. ഓക്കെ, ഒറ്റ മിനിറ്റ്. jomon.online എന്ന് പറഞ്ഞ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു റൈറ്റ് ആരോ കണ്ടോ? ദിസ്. അവിടെ സെലക്ട് ചെയ്യുക. പതുക്കെ താഴേക്ക് വരിക. ഇതിലല്ല, ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്തോളൂ കേട്ടോ. അതിന്റെ താഴോട്ട് വരിക. അഡീഷണൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞുണ്ടോ? യെസ്. അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക.
ഓക്കെ, വെബ്സൈറ്റ് പ്ലസ് മാർക്കറ്റിംഗ് അതും കൂടി ഒന്ന് എടുക്കാവോ? അതൊക്കെ മേളിലോട്ട് വരിക. ഇപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഒരു പട്ടിയുണ്ട്. പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അതൊന്ന് ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ആ jomon.online അവിടെ കണ്ടോ ഡൊമൈൻ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞു, അതിനൊന്ന് സെലക്ട് ചെയ്തോ ജസ്റ്റ്. ഏതിലായിരുന്നു? വെബ്സൈറ്റ് മാർക്കറ്റിംഗ് അല്ലേ നമ്മൾ ലാസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയത്? അല്ലല്ല, അതൊന്ന് ബാക്ക് എടുത്തോളൂ. ബാക്ക് എടുത്തിട്ട് നമുക്ക് ആ DNS വേണം വരാൻ. ജോമോന്റെ ഇതിലെ റെസൊല്യൂഷൻ ചെറുതായതുകൊണ്ട് ജോമോൻ ഒരു കാര്യം ചെയ്തേ, ആ റൈറ്റ് സൈഡിലൊന്ന് ഫുൾ സ്ക്രീൻ ആക്കിയത്. ഇനി പതുക്കനെ ഒന്ന് താഴോട്ട് വരിക. കുറച്ചും കൂടി താഴോട്ട് വരിക. പതുക്കെ, വളരെ പതുക്കെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ആ മൈ പ്രോഡക്ട്സ് ആണല്ലോ നമ്മുടെ അടുത്ത് അല്ലേ? ഇനി ഏറ്റവും മുകളിലേക്ക് വരിക. JS എന്ന് പറഞ്ഞുണ്ടോ? ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് മൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ സെലക്ട് കൊടുക്കുക. ഇനി പതുക്കനെ താഴേക്ക് വരാം. വളരെ സ്ലോ, വെരി സ്ലോ ആയിട്ട്. യെസ്, ഡൊമൈൻസിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഇവിടെ എല്ലാവരും ചെയ്തോളൂ. സുഹൈറ, ജിൻഷ, മുഹമ്മദ് സാഹിബ്, ശീതൾ, എല്ലാവരും ചെയ്യുക. DNS എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാം. ആർക്കെങ്കിലും കാണാത്തതുണ്ടോ? ഓൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ തൊട്ട് താഴെ ഡൊമൈൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഹലോ 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 മുഹമ്മദ് സാഹിബ് പറഞ്ഞോളൂ. എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. കുഴപ്പമില്ല. അപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും എല്ലാവർക്കും. ജോമോന് വോയിസ് കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഡൊമൈൻസിന്റെ റൈറ്റ് സൈഡിൽ DNS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. യെസ്. മുഹമ്മദ് സാഹിബ് ഓക്കെ ആണല്ലോ അല്ലേ? മുഹമ്മദ് സാഹിബ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു 5 minutes കഴിയുമ്പോഴേക്കും നമ്മൾ മുന്നോട്ട് അങ്ങ് പോവും. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ? അല്ല, ആദ്യം അവിടെ സ്ക്രീനിൽ നോക്കിയിട്ടേ, നമ്മളിപ്പോൾ ഓൾറെഡി ഡൊമൈൻസ് എന്ന് പറഞ്ഞ സെക്ഷനൊക്കെ കാണുന്നുണ്ടോ അവിടെ? ഈ ഒരു DNSന്റെ ഇതിലേക്ക് വന്നിട്ടില്ല. DNSൽ ക്ലിക്ക് ചെയ്തോ? ആ ഒരു പേജിലോട്ട് വന്നിട്ടില്ല. അതെ അതെ, മൈ പ്രൊഡക്ട്സിൽ വന്നിട്ട് DNS എന്ന് പറഞ്ഞിട്ട് ആ ഡൊമൈനിന്റെ തൊട്ടടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തായിരുന്നോ? ഒരു മിനിറ്റ്. ജോമോൻ വെറുതെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവല്ലേ, വെയിറ്റ് ഓക്കെ ചെയ്യാം. ഓക്കെ. എല്ലാവരും ഒരേപോലെ ചെയ്യട്ടെ. DNSൽ ക്ലിക്ക് ചെയ്യണോ? യെസ് പ്ലീസ്, അതൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. DNSൽ സെലക്ട് ചെയ്യാം. ഓക്കെ. ക്ലിക്ക് ചെയ്തപ്പോഴേക്കും DNS മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കിട്ടിയോ? അതെ. അതിൽ വളരെ പതുക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്തോളൂ. അതിൽ കണ്ടോ സെന്ററിലായിട്ട് നെയിം സെർവർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ജോമോൻ നെയിം സെർവർ കണ്ടോ തൊട്ട് മേളിൽ? യെസ് യെസ്, ജോമോൻ ശ്രദ്ധിക്കണം. DNS റെക്കോർഡിന്റെ റൈറ്റ് സൈഡിൽ ഫോർവേഡിങ്, അതിന്റെ റൈറ്റ് സൈഡിൽ നെയിം സെർവർ. വായിച്ചു നോക്കിയേ ജോമോൻ, എന്താ എഴുതിയേക്കണേ അവിടെ? ജോമോൻ എന്താ കാണണേന്നൊന്ന് വായിച്ചേ. ഇവിടെ DNS റെക്കോർഡ് ഫോർവേഡിങ് നെയിം സർവീസ്. യെസ്, കറക്റ്റ്. നെയിം സെർവേഴ്സ്, അതിനെ സെലക്ട് ചെയ്തോളൂ.
ആർക്കെങ്കിലും നെയിം സെർവർ കിട്ടാത്തതായിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, സുഹൈറ ഓക്കെ ആണല്ലോ? ജിൻഷ, ശീതൾ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഓക്കെ ഓക്കെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന്റെ തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ ചേഞ്ച് നെയിം സെർവർ എന്ന് പറഞ്ഞ ബ്ലാക്ക് കളറിൽ നമുക്ക് കാണാം. അതിനെ സെലക്ട് ചെയ്യുക. എല്ലാവരും സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് I will use my own name server. ഓക്കെ, ഐ വിൽ യൂസ് മൈ ഓൺ നെയിം സെർവറിൽ നെയിം സെർവർ 1 നമ്മളിപ്പോൾ ഇമെയിലിൽ കിട്ടിയിരിക്കുന്ന നെയിം സെർവറിനെ കോപ്പി ചെയ്തായിരുന്നല്ലോ എല്ലാവരും. ആ നെയിം സെർവർ 1ന്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കോപ്പി ചെയ്ത നെയിം സെർവർ 1നെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ NS1ന്റെ മുമ്പിൽ സ്പേസ് ബാർ വല്ലതും ഉണ്ടോ എന്ന് ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുക. അറ്റത്തോട്ട് എടുക്കുക, കർസർ വെച്ച് ലെഫ്റ്റ് സൈഡിൽ അറ്റത്തോട്ട് കൊണ്ടുവരിക. കർസർ വെച്ച് മൂവ് ചെയ്തോ. കർസർ മറ്റേ ആരോ കീ വെച്ച് വേണമെങ്കിൽ ആരോ കീ വെച്ച് ചെയ്യാം. കീബോർഡിൽ ലെഫ്റ്റ് ആരോയിലോട്ട് അങ്ങ് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ലെഫ്റ്റ് എന്നിന്റെ സൈഡിൽ മുമ്പിൽ സ്പേസ് പാടില്ല എന്നല്ലേ പറഞ്ഞത്? ആ എന്നിന്റെ മുമ്പില് സ്പേസ് പാടില്ല. ഓക്കെ. അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക എല്ലാവരും. എവിടെയെങ്കിലും അഡീഷണൽ സ്പേസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ NS1.herohosty.xyz എന്ന് എല്ലാവർക്കും എഴുതാൻ പറ്റിയല്ലോ, പേസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ. Yes. അത് തന്നെ നെയിം സെർവർ 2ലും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കണം, അത് തന്നെ നെയിം സെർവർ 2ൽ പേസ്റ്റ് ചെയ്തിട്ട് ആ 1ന് പകരം 2 കൊടുക്കുക. NS1ന് പകരം NS2 ആക്കി മാറ്റുക. അതാണ് നമുക്ക് മെയിൽ കിട്ടിയേക്കുന്നത്. നെയിം സെർവേഴ്സ് ആണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഡൊമൈൻ്റെ തന്നെ നെയിം സെർവേഴ്സ് ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് സേവ് എന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാവർക്കും അത് 2 ആഡ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? 2 ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. എല്ലാവർക്കും പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് സേവ് എന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാവരും സേവ് ചെയ്തോളൂ. എന്നിട്ട് അതിനെ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മുടെ നെയിം സെർവേഴ്സിനെ ചേഞ്ച് ചെയ്തു. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡൊമൈൻ നെയിം എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്? ഗോഡാഡി, ആ, എവിടെ നിന്നാണ് നമ്മൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? ഹീറോ ഹോസ്റ്റി. ഓക്കെ, ഹീറോ ഹോസ്റ്റി. അപ്പോൾ ഇത് രണ്ടും രണ്ട് സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രണ്ടിനെയും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യണം. അപ്പോൾ ഈ DNS, നമ്മുടെ ഹോസ്റ്റിങ്ങിന്റെ DNSനെ നമ്മുടെ എവിടെയാണോ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ DNSൽ കൊണ്ടുവന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗോഡാഡിയുടെ നെയിം സെർവറിൽ വന്നിട്ട് നമ്മൾ ഹോസ്റ്റിങ്ങിന്റെ നെയിം സെർവർ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ സേവ് ചെയ്ത് കൊടുക്കുകയാണ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. സാറേ നമ്മളിപ്പോ എന്താ ചെയ്തേന്ന് ഒന്നുകൂടി ഒന്ന് പറയാവോ? ഇത് ആർക്കാ ഒന്ന് പറയാൻ പറ്റുക? ജിൻഷയ്ക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അത് ഒന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? എന്താണ് ഇപ്പൊ നമ്മൾ ചെയ്തത്?
നമ്മൾ ഗോഡാഡിയിൽ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. അത് നമ്മൾ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം ഡൊമൈൻ, അതായത് അതിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹീറോ ഹോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ ഹീറോ ഹോസ്റ്റിനെ നമുക്ക് അതുപോലെ തന്നെ ഗോഡാഡിയിൽ എടുത്ത ആ ഡൊമൈൻ നെയിമിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇത്രയും കാര്യം ചെയ്തത്. യെസ് നമ്മൾ DNSനെ കണക്ട് ചെയ്ത് കൊടുത്തു. കണക്ട് ചെയ്തു. യെസ്. കാരണം എന്താണ്, ഇതിപ്പോ രണ്ടും രണ്ട് സ്ഥലത്താണ് അല്ലേ? രണ്ട് സ്ഥലത്താണ്. അപ്പൊ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ് ജിൻഷ കറക്റ്റ് തന്നെയാണ്. ഓക്കെ സുഹൈറ, ഒരു ഐഡിയ കിട്ടിയോ? സർ മനസ്സിലായി. എന്താ ഇപ്പൊ ജിൻഷ പറഞ്ഞേ? അതായത് നമ്മള് ഗോഡാഡിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത നമ്മുടെ ഡൊമൈൻ നെയിം ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹീറോ ഹോസ്റ്റിലാണ് നമ്മൾ ഹോസ്റ്റിംഗ് ചെയ്തത്. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേ ചെയ്തത്. യെസ് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ആ DNSനെ രണ്ടും കണക്ട് ചെയ്ത് കൊടുത്തു. DNS മാനേജ്മെന്റ് എന്ന് പറഞ്ഞ അവിടെ കൊണ്ടുപോയി നമ്മൾ കണക്ട് ചെയ്തു. യെസ് കറക്റ്റ് ആണ്. ഓക്കെ. ജോമോൻ എന്ത് പറ്റി, എന്താ സ്റ്റോപ്പ് ചെയ്തത്? ഒന്നും പറ്റില്ല സാർ, ചെറിയ. യെസ് പ്ലീസ് ഒന്ന് ഷെയർ ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജോമോൻ ഷെയർ ചെയ്തിട്ടില്ലല്ലോ, എന്ത് പറ്റിയത്? സ്ക്രീൻ ഷെയറിങ് ആവുന്നില്ല, കട്ടായിപ്പോയി. ജോമോൻ്റെ സ്ക്രീൻ വന്നിട്ടില്ല. ഓക്കെ സാർ, 1 മിനിറ്റ് ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഓക്കെ ചെയ്തോ. ഓക്കെ ഫൈൻ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഹോസ്റ്റിയിലേക്ക് തിരിച്ചു വരിക. പുതിയൊരു ടാബിലേക്ക് വരിക, ഹീറോ ഹോസ്റ്റി എടുത്തോളൂ. എല്ലാവരും നമ്മുടെ ഹീറോ ഹോസ്റ്റിയിലേക്ക് തിരിച്ചു വരിക. എങ്ങനെ എടുക്കാം ജോമോൻ? ഹീറോ ഹോസ്റ്റിനെ എങ്ങനെ എടുക്കാം? ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കിക്കേ. ഹീറോ ഹോസ്റ്റി എങ്ങനെ എടുക്കും? കൺട്രോൾ ചെയ്ത് ടാബ് എടുക്കുക. യെസ് വെരി ഗുഡ്. അതിനെ ലോഗിൻ ചെയ്തോളൂ കേട്ടോ. ആ വട്ടത്തിനകത്ത് ഒരാളെ കണ്ടോ മേളില്? അതിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ ക്രിയേറ്റ് അല്ല, സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട്. അവിടെ സെന്ററിൽ ഹൈഡ് എന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഹൈഡ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. എല്ലാവരും സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തോ.
ഓക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? Yes. എല്ലാവർക്കും ഹീറോ ഹോസ്റ്റിലേക്ക് വരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഹീറോ ഹോസ്റ്റിൽ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്യുക, പറഞ്ഞോളൂ. സുഹൈറ, ജിൻഷ, മുഹമ്മദ് സാഹിബ്, ഷീതൽ എല്ലാവർക്കും കിട്ടിയല്ലോ? Yes. കിട്ടി. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും മേളില് നമ്മുടെ വൺ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? നമ്പർ 1. ആ 1 സർവീസിനെ എല്ലാവരും സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു വേർഡ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തൽക്കാലം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആ റൈറ്റ് സൈഡിൽ എല്ലാവരും മൈ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൽ എത്തിയല്ലോ? ആരെങ്കിലും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യണം, പറയണം. ഓക്കെ, എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ആ ഷെയർഡ് ഹോസ്റ്റിംഗ്, സിംഗിൾ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ഷെയർഡ് ഹോസ്റ്റിംഗ്. സിംഗിൾ ഷെയർഡ് ഹോസ്റ്റിങ്ങിനെ സെലക്ട് ചെയ്തിട്ട് വളരെ പതുക്കെ താഴേക്ക് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ബ്ലാക്ക് കളറിൽ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ? ആർക്കെങ്കിലും ആ ആക്ഷൻസ് എന്ന് പറഞ്ഞ് കിട്ടാത്തതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക, പറയുക. എങ്ങനെയുണ്ട് ജിൻഷ, സുഹൈറ, മുഹമ്മദ് സാഹിബ്, ഷീതൽ? ആക്ഷൻസ് ജസ്റ്റ് താഴെയാണോ സാർ? അത് നോക്കൂ, അവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, ഓവർവ്യൂ എന്ന് പറഞ്ഞ് കണ്ടോ? ഓവർവ്യൂ എന്ന് പറഞ്ഞ് കണ്ടായിരുന്നോ? ഇല്ല. എന്താ ഇപ്പൊ കാണുന്നത്? ഷെയർഡ് ഹോസ്റ്റിംഗ് സിംഗിൾ ഷെയർഡ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് പേജിലാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെ. അവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, ആക്ഷൻസ് എന്ന് പറഞ്ഞ് ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടോ? ഓവർവ്യൂ, യുവർ ബാലൻസ് 0. അതെ. അതിന്റെ താഴെ ആക്ഷൻസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ? ആക്ഷൻസ്. ഓക്കെ. അത് ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയാ. ആ ആക്ഷൻസിന്റെ തൊട്ട് താഴെ നമുക്ക് ലോഗിൻ ടു സി പാനൽ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. നമ്മുടെ കൺട്രോൾ പാനലിന്റെ ഒരു സെക്ഷനാണ്. അതിനെ ഒന്ന് സെലക്ട് ചെയ്തോളൂ. എല്ലാവരും ലോഗിൻ ടു സി പാനലിലേക്ക് വരിക. നമ്മുടെ കൺട്രോൾ പാനലാണത്. ആദ്യമേ തന്നെ ചൂസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ സ്കിപ്പ് കൊടുക്കുക. എല്ലാവർക്കും നമ്മുടെ കൺട്രോൾ പാനലിലേക്ക് എത്താനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും പറ്റാത്തതായിട്ടുണ്ടോ? ആർക്കെങ്കിലും കൺട്രോൾ പാനലിൽ എത്താൻ പറ്റാത്തതായിട്ടുണ്ടോ? എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പതുക്കനെ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാവരും ജോമോൻ ഷെയർ ചെയ്തിരിക്കുന്ന തൽക്കാലം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ അതിനകത്തൊരു ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സുഹൈറ, ജിൻഷ, മുഹമ്മദ് സാഹിബ്, ഷീതൽ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സ്ക്രീനിലോട്ട് നോക്കുക. പിന്നെ ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിക്കോ. പതുക്കനെ താഴേക്ക് വരിക ജോമോൻ. അതിൽ ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ഇമെയിൽ അക്കൗണ്ട്സ്. അതിൻ്റെ അകത്ത് ഇമെയിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഒരു ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിനകത്ത് 5 ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാങ്ങിച്ച ഡൊമൈൻ നെയിമിൻ്റെ കൂടെ തന്നെ support@ നമ്മുടെ വെബ്സൈറ്റ് .online അല്ലെങ്കിൽ admin@ നമ്മുടെ വെബ്സൈറ്റ് .online, help@ നമ്മുടെ വെബ്സൈറ്റ് .online, അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോമോൻ ആ റൈറ്റ് സൈഡിൽ കണ്ടോ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ? അതിനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ്
നമ്മുടെ ഒരു ടീം സപ്പോർട്ട് ടീമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എഴുതിക്കോളൂ സപ്പോർട്ട്, യൂസർ നെയിമിൻ്റെ അവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് ആ റൈറ്റ് സൈഡിൽ കണ്ടോ @jomon.online ഓട്ടോമാറ്റിക്കലി അവിടെ കിട്ടിക്കോളും. ഓക്കെ. അത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ആയിട്ട് വരും. വളരെ പതുക്കെ താഴേക്ക് വരിക. നമുക്കൊരു പാസ്വേഡും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവിടെ എൻ്റർ പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. അവിടെ എന്തെങ്കിലും കൊടുത്താൽ മതി സാറേ. നമ്മുടെ ഒരു പാസ്വേഡ്, നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ ജോമോൻ ആണെങ്കിൽ J ക്യാപിറ്റൽ. യൂസർ നെയിം ഡിഫറെന്റ് ആണ് കൊടുക്കണ്ടേ? എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ സുഹൈറ ഇപ്പോൾ എന്താണ് സപ്പോർട്ട് ടീമിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ support@jomon.online എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി അല്ലേ? അതൊരു ഐഡിയ കിട്ടിയോ സുഹൈറ? കിട്ടി. പിന്നെ ഇപ്പോൾ നമ്മൾ നഴ്സിംഗിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ doctor@jomon.online, അല്ലെങ്കിൽ ആർക്കാണ് അവിടെ ടീം HR@jomon.online, അല്ലെങ്കിൽ info. അങ്ങനത്തെ പല പല ഡിവിഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കനെ താഴേക്ക് വരിക. നമ്മളൊരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്തു. യെസ്, ഇപ്പോൾ കറക്റ്റാണ്. താഴേക്ക് വരിക. അതെ, എൻ്റർ എ സ്ട്രോങ് പാസ്വേഡ്. ഒരു J ക്യാപിറ്റൽ ആണല്ലോ അല്ലേ? യെസ്. 1 2 3 കഴിഞ്ഞിട്ട് ഒരു ഹാഷ് ടാഗും കൂടി കൊടുത്തോളൂ, ഹാഷും കൂടി കൊടുക്കുക. 1 2 3 കഴിഞ്ഞിട്ട് ഒരു ഹാഷും കൂടി കൊടുക്കുക. ചുമ്മാ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുക, സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. എന്നിട്ട് അതിനെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ പാസ്വേഡ് എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് അതിനെ ഡിലീറ്റ് ഒക്കെ ചെയ്ത് കളയാം പിന്നീടാണെങ്കിലും. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു സാറേ, സ്റ്റേ ഓൺ ദിസ് പേജ് എന്ന് പറഞ്ഞ. സ്റ്റേ ഓൺ ദിസ് പേജ് തന്നെ കൊടുത്തോളൂ. ഓക്കെ. അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയോ? എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയോ? സാറേ എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടി ഒന്ന് പറയാമോ? ഓക്കെ. എന്നാ ഒറ്റ മിനിറ്റ്. നമ്മുടെ ജോമോൻ ക്രിയേറ്റ് ചെയ്തല്ലോ, അതിനെ തൽക്കാലം അങ്ങനെ തന്നെ വെച്ചിട്ട് അതിനെ സേവ് കൊടുക്കുക. എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ സി പാനൽ എന്ന് പറഞ്ഞു കണ്ടോ? സി പാനൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ലോഗോ പോലെ വെള്ള, അതിനെ വെറുതെ ക്ലിക്ക് ചെയ്തോളൂ. എന്നിട്ട് പതുക്കനെ താഴേക്ക് വരിക. ഇതിൽ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നതിന് മുമ്പ് സുഹൈറ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യേണ്ടി വരും. ആദ്യം ജോമോൻ താഴോട്ട് പതുക്കെ താഴോട്ട് വന്നേ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ജോമോൻ സ്റ്റോപ്പ് ചെയ്തോളൂ തൽക്കാലം, എന്നിട്ട് അത് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് നമ്മുടെ സുഹൈറ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോ. എല്ലാവർക്കും ഇനി ചെയ്തു നോക്കാം. ഇതില് സുഹൈറ എന്തെങ്കിലും ഒരു പേര് കൊടുത്തോളൂ. help@suhairasamad.shop. സോഫ്റ്റ്വെയർ ഹെൽത്ത്. ഓക്കെ. എന്നാൽ അതിൻ്റെ കൂടെ ഒരു നല്ല പാസ്വേഡും കൂടി ജനറേറ്റ് ചെയ്തോ. അത് മതി. തൽക്കാലം ഒരു എക്സാമ്പിൾ പാസ്വേഡാണ്, അതിനെ നമുക്ക് പിന്നീടൊക്കെ ഡിലീറ്റ് ചെയ്ത് മാറ്റാം. അത് മതി, കൊടുത്തോളൂ. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഇത് തനിയെ വന്നതാണ് പാസ്വേഡ്. ജനറേറ്റ് കൊടുക്കുക കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കണ്ണിൻ്റെ സിമ്പിളിൽ അപ്പുറത്ത് ഡീഫോൾട്ട് ആയിട്ട് വന്നു. ഓക്കെ, കണ്ടോ, നമുക്കൊരു സ്ട്രോങ് പാസ്വേഡ് ഒക്കെ കിട്ടി. മാറ്റണ്ട, അതിരിക്കട്ടെ. സുഹൈറ ഇത് വെറുതെ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് എന്നിട്ട് താഴേക്ക് വന്നോളൂ. പതുക്കെ താഴേക്ക് വരിക.
അതിനെ ക്രിയേറ്റ് കൊടുക്കുക. നീല കളറിലൊരു ബട്ടണിൽ യെസ്, അതിനെ സേവ് ചെയ്ത് വെച്ചു. കാരണം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇനിയും 4 എണ്ണം കൂടി അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഹെൽത്ത് ആയി, ഹെൽത്ത് കഴിഞ്ഞിട്ട് എന്താ മറ്റേ പല പല ടൈപ്പ് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇമെയിൽ എന്താ പറയുക, ഇമെയിൽ അഡ്രസ്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? Yes, sir. ഓക്കെ ഓക്കെ. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ മേലിൽ സി പാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. ജിൻഷയ്ക്ക് കിട്ടിയല്ലോ. ശീതൾ ഓക്കെ ആണോ? ഞാനൊന്ന് ചെറുതായിട്ട് സ്റ്റക്കായി. ഓക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെയാണ് സാർ. യെസ്. ഒരു മിനിറ്റ്. സുഹൈറ എന്നാൽ പതുക്കെ താഴോട്ട് വരിക. നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് എത്തിക്കോളൂ. കുറച്ചും കൂടി താഴേക്ക് വരൂ. ആ സോഫ്റ്റ്വെയർ. ഓക്കെ. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിനകത്ത് സോഫ്റ്റാക്യുലസ് അവിടെ ഇരിക്കട്ടെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സുഹൈറ സ്റ്റോപ്പ് ഷെയർ ചെയ്യുക. ജിൻഷ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഓക്കെ. സൈറ്റ് സോഫ്റ്റ്വെയർ ആണോ? ഒന്നും ചെയ്യണ്ട സുഹൈറ, അവിടെ വെയിറ്റ് ചെയ്തോളൂ. സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തോളൂ. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ജിൻഷ ഒന്ന് ഷെയർ ചെയ്തോളൂ. പതുക്കെ താഴേക്ക് വരിക. അവിടെ ഇമെയിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കണ്ടോ? ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോ ജിൻഷ? ഇല്ല, ക്രിയേറ്റ് ചെയ്തില്ല. അത് ഞെക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടാ വന്നത്. ഓക്കെ. ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരെണ്ണം വേണമെങ്കിൽ ചെയ്തോളൂ. ഇമെയിൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് റൈറ്റ് സൈഡിൽ കണ്ടോ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട്? റൈറ്റ് സൈഡിൽ ക്രിയേറ്റ്. യെസ്, അതിനെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ. നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കോണ്ടാക്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. contact@jinsharoy.online. ഓക്കെ. എന്നിട്ട് അവിടെ ജനറേറ്റ് കൊടുക്കാം. ജനറേറ്റ് കൊടുക്കുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു പാസ്വേഡ് ജനറേറ്റ് ആയി കിട്ടും. എന്നിട്ട് പതുക്കെ താഴേക്ക് വരിക. അതിനെ ക്രിയേറ്റ്. യെസ്. ഇത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോഫ്റ്റ്വെയറിൽ എവിടെ ക്ലിക്ക് ചെയ്യണ്ടേ? മുഹമ്മദ് സാഹിബ്, നമ്മൾ എവിടെയെങ്കിലും അത് സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ അതിൻ്റെ അടുക്കൊന്ന് സ്റ്റെക്കായി പോയി. അതെ. ഓക്കെ. കുഴപ്പമില്ല. ഇതിപ്പോൾ എല്ലാവരും സ്റ്റക്ക് ആവുന്നുണ്ട്. ബട്ട് ശ്രദ്ധിക്കണം, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യണം. ഓക്കെ, മുഹമ്മദ് സാഹിബ് ഷെയർ ചെയ്തോളൂ. സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ജിൻഷ, ലെഫ്റ്റ് സൈഡിൽ മേളിൽ സി പാനൽ എന്ന് പറഞ്ഞിട്ടില്ലേ? അതിനെ സെലക്ട് ചെയ്തിട്ട് എല്ലാവരും കൺട്രോൾ പാനലിൽ വരിക. നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരാം. ആർക്കെങ്കിലും സോഫ്റ്റ്വെയർ കിട്ടാത്തതായിട്ടുണ്ടോ? ശീതളിന് കിട്ടിയായിരുന്നോ? മ്യൂട്ടാണ്. കിട്ടി സാർ. ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനകത്ത് നമുക്ക് സോഫ്റ്റാക്യുലസ് ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയറിനകത്ത് കാണാൻ പറ്റും. കണ്ടോ? ഒരു നീല, പച്ച, റെഡ് ഒക്കെ ആയിട്ട്. അതെ, അവിടെ സെലക്ട് ചെയ്തു. യെസ്, സോഫ്റ്റാക്യുലസ് ആപ്പ് ഇൻസ്റ്റാളർ. സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് കാണാം സോഫ്റ്റാക്യുലസ് ആപ്പ് ഇൻസ്റ്റാളർ. ജോമോൻ ചെയ്യുന്നുണ്ടോ? ജോമോൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ. എല്ലാവരും ഇവിടം വരെ എത്തിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എത്തിയല്ലോ. സുഹൈറ എവിടം വരെ എത്തിയോ? ശീതൾ, ജിൻഷ? സോഫ്റ്റ്വെയർ, സൈറ്റ് സോഫ്റ്റ്വെയർ ആണോ ക്ലിക്ക് ചെയ്യണ്ടേ? അല്ല, വെറുതെ സോഫ്റ്റ്വെയറിന്റെ അകത്ത്
സോഫ്റ്റാക്യുലസ് ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ് കണ്ടായിരുന്നോ? ആ, കുഴപ്പമില്ല. ഒറ്റ മിനിറ്റ്. മുഹമ്മദ് സാഹിബ് ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. സുഹൈറ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. മുഹമ്മദ് സാഹിബ്, ആ, സോഫ്റ്റ്വെയറിൽ വേർഡ് പ്രസ് മാനേജർ ആണോ? സോഫ്റ്റാക്യുലസ് ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ് കണ്ടോ? ആ, കണ്ടു. സോഫ്റ്റാക്യുലസ്, അതിനെ ഒന്ന് സെലക്ട് ചെയ്തേ. യെസ്, മുഹമ്മദ് സാഹിബ് കേൾക്കുന്നുണ്ടോ? ഇറ്റ് ഈസ്. മുഹമ്മദ് സാഹിബ് ഇടയ്ക്ക് മിണ്ടുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല. മേ ബി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്നും അറിയില്ല. കേൾക്കുന്നില്ല? ആ, എന്താ ഹലോ, പറഞ്ഞ മുഹമ്മദ് സാഹിബ്? യെസ്, പറഞ്ഞോളൂ. ഈ പേജിൽ എന്താ ചെയ്യേണ്ടത് സാർ? കേട്ടില്ല. ആ, ഓക്കെ. അപ്പോൾ മുഹമ്മദ് സാഹിബ് ശ്രദ്ധിക്കുക, നമ്മൾ വിളിക്കുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആവും. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് ആ മൾട്ടിപ്പിൾ CMS ആണ്. CMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എഴുതിയെടുക്കുക, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, CMS. എല്ലാവരും ബുക്കിൽ എഴുതിയെടുക്കുക, CMS, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വേർഡ്പ്രസ് എക്സാമ്പിൾ, വേർഡ്പ്രസ്, ജൂംല, അബാൻറ്റെ കാർട്ട്. എന്താ പറഞ്ഞത് ആദ്യം? അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ. ആ, കണ്ടന്റ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. എല്ലാവരും എഴുതിയെടുക്കുക, CMS. ജോമോൻ എഴുതുന്നുണ്ടോ? ശീതൾ, ജിൻഷ? എഴുതുന്നുണ്ട്. ഓക്കെ, എഴുതുന്നുണ്ട്. യെസ് യെസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾസ് എന്തൊക്കെയാ? വേർഡ്പ്രസ്, വേർഡ്പ്രസ്, ജൂംല, ജൂംല, അബാൻറ്റെ കാർട്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് മൾട്ടിപ്പിൾ. PHP. യെസ് യെസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണ്, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാവരും വേർഡ്പ്രസിനെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുത്തോളൂ. ആ നീല കളറിൽ ഇൻസ്റ്റാൾ, വേർഡ്പ്രസിന്റെ ഇൻസ്റ്റാൾ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നോ? സുഹൈറയ്ക്ക് ചെയ്യാൻ പറ്റിയോ? സർ, ഓക്കെ. ജോമോൻ, യെസ്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്കിവിടെ ആദ്യമേ തന്നെ ചൂസ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ചൂസ് ഇൻസ്റ്റലേഷൻ. അതിൻ്റെ കൂടെ HTTP എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. അതിനെ നമ്മൾ മാറ്റിയിട്ട് HTTPS എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഒരു ഇത് കാണാം. എന്നാൽ അതിനെ HTTPS ആക്കി മാറ്റാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാളിന്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ നൗ മൈ ആപ്സ് എന്നൊക്കെ പറഞ്ഞു വരില്ലേ? അതിൽ ഇൻസ്റ്റാൾ നൗ ആയിരുന്നു. അതെ ജിൻഷ, അതൊന്നും ചെയ്യുന്നില്ലേ? അപ്പോ വേർഡ്പ്രസിന്റെ അവിടെ ഇൻസ്റ്റാൾ കൊടുത്തില്ലായിരുന്നോ? അത് ആദ്യത്തെ ഇൻസ്റ്റാൾ കൊടുത്തു, അതിന് ശേഷം പിന്നെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞു വരുന്നു. ഓ, കൺഫ്യൂഷൻ ആക്കുവാണല്ലോ ജിൻഷ. ജിൻഷ, അതാണ് നമ്മൾ ഈ പറയുന്നത്. ഞാൻ ഓരോ പോയിന്റും കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നതിന് കാരണം തന്നെ ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സെക്കൻഡ് മിസ്സായാലും വലിയൊരു മിസ്സിങ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമുക്കതിനെ ഒന്ന് നോക്കാം. സോഫ്റ്റ്വെയർ സെറ്റപ്പിന്റെ അവിടെ വരെ വന്നു. ഒരു മിനിറ്റ് താഴെ ജിൻഷ, ഒന്ന് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ മുഹമ്മദ് സെറ്റപ്പ്. സാഹിബ് ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ജിൻഷ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. മുഹമ്മദ് സാഹിബ്, ഓക്കെ. ഓക്കെ. ജിൻഷ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഷെയർ ആയോ? ആയിട്ടുണ്ട്. അതിനെ ഫുൾ സ്ക്രീൻ ആക്കുക. ഇതിൽ വേറെ ഒന്നും മാറ്റണ്ട കേട്ടോ. ശ്രദ്ധിക്കുക, HTTP എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? മേളില് വെറുതെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവല്ലേ. ഇല്ല. ശ്രദ്ധിക്കണം, വളരെ പതുക്കെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ
HTTP ചൂസ് ഇൻസ്റ്റലേഷൻ URL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ആ കണ്ടു. അതിൻ്റെ അകത്ത് HTTPനെ നമ്മൾ മാറ്റിയിട്ട് HTTPS എന്ന് പറഞ്ഞ മൂന്നാമത്തെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹീറോ ഹോസ്റ്റി HTTPS ആണ് എസ് അതിൻ്റെ താഴെ ഓക്കെ. നമുക്കൊരു SSL സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. SSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതിനെ SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയും. സെക്യൂർഡ് സോക്കറ്റ് ലെയർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഹാക്ക് ആവില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഹാക്ക് ചെയ്യേണ്ടത് ഹാക്ക് ചെയ്യുന്ന രീതിയിൽ ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ജസ്റ്റ് ഒന്ന് SSL സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നു. HTTPS ആക്കി മാറ്റുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇൻ ഡയറക്ടറി എന്ന് പറഞ്ഞു കണ്ടോ jinsha.online തൊട്ട് റൈറ്റ് സൈഡിൽ ഇൻ ഡയറക്ടറി അതിലൊരു WP എന്ന് പറഞ്ഞു കണ്ടോ? അതിനെ എല്ലാവരും ബാക്ക് സ്പേസ് ചെയ്ത് മാറ്റിക്കോളും. സുഹൈറ WPനെ മാറ്റണേ, മാറ്റിയിട്ടൊന്ന് പറയണം. ജോമോൻ മാറ്റിയിട്ടും പറയാ. മുഹമ്മദ് സുഹൈൽ മാറ്റി സാർ. മാറ്റി ഓക്കെ ഓക്കെ, എല്ലാവരും ചേഞ്ച് ചെയ്തിട്ട് വളരെ പതുക്കെ താഴേക്ക് വരിക. അവിടെ സൈറ്റിനൊരു പേര് കൊടുക്കാം. സൈറ്റ് നെയിമിന് മൈ ബ്ലോഗ് എന്നാണല്ലോ കൊടുത്തേക്കുന്നത്. സർ ഒരു മിനിറ്റ്, ഇവിടെ ചൂസ് ഇൻസ്റ്റാൾ നമ്മൾ HTTPS അത് സെലക്ട് ചെയ്തു. ഓക്കെ, .shop അതാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ WP എന്നുള്ളത് നമ്മൾ റിമൂവ് ചെയ്യാം. യെസ് അതെ, കറക്റ്റ് തന്നെയാണ്. WP എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് തൊട്ട് താഴേക്ക് വരുമ്പോൾ സൈറ്റ് നെയിം എന്ന് പറഞ്ഞു കണ്ടോ? അതിന് ആ സൈറ്റ് നെയിം കൊടുക്കുക. എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോളൂ. ജിൻഷ റോയ് ആണെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം പേര് കൊടുക്കുക, ജിൻഷ റോയ്. ജോമോൻ ആണെങ്കിൽ ജോമോൻ. എല്ലാവരും പേര് സ്വന്തം പേര് തന്നെ കൊടുക്കുക സൈറ്റിന്റെ പേരായിട്ട്. ഫോർ ദ ടൈം ബീയിങ് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ ജിൻഷ. ഹലോ, എന്റെ വോയിസ് കേൾക്കാവോ? കേൾക്കാലോ. ഓക്കെ, എന്തോ ഒരു എറർ പോലെ വന്നു, എന്തോ സൗണ്ട്. ഇപ്പൊ ഓക്കെ ആണല്ലോ. സൈറ്റ് നെയിം കൊടുത്തോളൂ. സൈറ്റ് നെയിം ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. നമ്മുടെ തന്നെ പേര് കൊടുത്തോളൂ, ജിൻഷ എന്ന് കൊടുത്തോളൂ. എന്നിട്ട് അതിന്റെ താഴെ സൈറ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കണ്ടോ? അപ്പോൾ അതെന്തിന്റെ വെബ്സൈറ്റ് ആണെന്ന് എഴുതാനാണ്. മൈ വേർഡ്പ്രസ് ബ്ലോഗ് എന്ന് പറഞ്ഞ് എഴുതിയതിനെ ബാക്ക് സ്പേസ് ചെയ്യുക. അതിനെ മാറ്റിയിട്ട് അവിടെ ഇഷ്ടമുള്ള ദിസ് വെബ്സൈറ്റിന് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? എല്ലാവർക്കും വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ അഡ്മിൻ യൂസർ നെയിം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അഡ്മിൻ തന്നെ ഇരിക്കട്ടെ. പാസ്വേഡ് ഫോർ ദ ടൈം ബീയിങ് ആർക്കും തെറ്റാണ്ടിരിക്കാനായിട്ട് തൽക്കാലം എല്ലാവരും സെയിം പാസ്വേഡ് തന്നെ കൊടുക്കാം. നമുക്കിതിനെയൊക്കെ പിന്നീടും റീഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ മാറ്റാം. അഡ്മിൻ പാസ്വേഡ് ഞാൻ തന്നെ പറഞ്ഞുതരാം. P ക്യാപിറ്റൽ കൊടുക്കുക, P ക്യാപിറ്റൽ കൊടുക്കുക, ASSWORD D ആണ് വേർഡ്, പാസ്വേഡ്. സാർ ക്യാപിറ്റൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയുള്ള സ്മോൾ അല്ലേ? യെസ്, കറക്റ്റ് തന്നെയാണ്. P ക്യാപിറ്റൽ കൊടുക്കുക, പിന്നെ ബാക്കിയെല്ലാം സ്മോൾ. ASSWORD സ്മോൾ ലെറ്റർ കൊടുത്തിട്ട് 1 2 3 രണ്ടെറ്റ് കൊടുത്താൽ മതി. ഒരെണ്ണം കൂടി അപ്പൊ നമുക്കൊരു 85
ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞ് കിട്ടിയോ? 85 ഔട്ട് ഓഫ് 100 കിട്ടിയോ എല്ലാവർക്കും? ഉം. പാസ്വേഡ് എല്ലാവരും സെയിം ആയിട്ട് ഇടുക, കാരണം നാളെ ആകുമ്പോഴേക്കും മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. കാരണം ഇപ്പൊ നമുക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മുഹമ്മദ് സാഹിബ് എങ്ങനെയാ, എന്താണ് കൊടുത്തിരിക്കുന്നത് പാസ്വേഡ്? പാസ്വേഡ് 123 ഓക്കെ, രണ്ട് പ്രാവശ്യം ഒറ്റ കൊടുത്തു. എല്ലാവരും സെയിം അല്ലേ? സുഹൈറ എന്താ കൊടുത്തേക്കുന്നത്? എല്ലാവരും സെയിം ആണ്. പാസ്വേഡ് 123 @. ഓക്കെ ഓക്കെ ഫൈൻ, പി ക്യാപിറ്റൽ. എന്നിട്ട് ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സ്വന്തം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളുടെ തന്നെ ഇൻഡിവിജ്വൽ സ്വന്തമായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് അവിടെ എഴുതിക്കോളൂ. ജിൻഷയുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണ്? യെസ്, ജിൻഷ റോയ്. ജിൻഷയുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ജോമോന്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തോളൂ. മുഹമ്മദ് സാഹിബിന്റെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എല്ലാവരും കൊടുത്തല്ലോ. കൊടുത്തു. ഓക്കെ. പതുക്കെ താഴേക്ക് വരിക. നിങ്ങൾ ഇതുവരെ സൈൻ ഇൻ ചെയ്ത ഇമെയിൽ അല്ലേ ഉദ്ദേശിച്ചേ? യെസ് യെസ്, സുഹേറയുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ ഓക്കെ. അത് കൊടുത്തു. യെസ്. എന്നിട്ട് പതുക്കെ താഴേക്ക് വരിക. ഏറ്റവും താഴേക്ക് വന്നിട്ട് നമുക്ക് ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും താഴെ ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞു കൊടുത്ത് മേളിലോട്ട് സ്ക്രോൾ ചെയ്യുക കേട്ടോ. ജിൻഷ ഒന്ന് മേളിലോട്ട് സ്ക്രോൾ ചെയ്യുക. ഒരു 1 മിനിറ്റ് എടുക്കും ഇൻസ്റ്റലേഷന് വേണ്ടി. നമുക്കൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സാർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് സാർ. Congratulations, the software was installed. ഓക്കെ, യെസ്, കൺഗ്രാറ്റുലേഷൻ, ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി അല്ലേ? എല്ലാവരുടെയും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ശീതൾ, മുഹമ്മദ് സാഹിബ്? ഇൻസ്റ്റാൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. റെഡി ആയല്ലോ അല്ലേ? അപ്പോൾ ഇതൊന്നും എല്ലാവരും തൽക്കാലം ഫോട്ടോ എടുത്ത് വെക്കുക. നിങ്ങളുടെ ഈ ഒരു വേർഡ്പ്രസ് ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളിന്റെ. ഓ, ജോമോൻ കട്ടായി പോയല്ലോ. ഇല്ലില്ല. സ്ക്രീൻ ഷെയറിംഗ് കട്ടായി പോയി. ഒന്നുകൂടി ഒന്ന്. എന്റെ സ്ക്രീൻ ഷെയറാ? യെസ്, ജോമോൻ അല്ലേ ഇപ്പൊ ഷെയർ ചെയ്തേ? അല്ലല്ല. ജിൻഷയാണ്, ജിൻഷ. ജിൻഷ ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യൂ. കട്ടായി പോയി. ഓക്കെ ഇപ്പൊ ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സും കൂടി ഇരിക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. വരട്ടെ ലോഡാവുന്നേ. ഓക്കെ, ജിൻഷ ഇതൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചോളൂ. ജിൻഷ, സുഹൈറ ഫോട്ടോ എടുക്കാൻ പറ്റിയോ? ഇപ്പൊ എടുക്കുകയാണ് സാർ. ഓക്കെ ഓക്കെ ഫൈൻ. ഇതില് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് URL ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് URL കോപ്പി ചെയ്യുക. നമ്മുടെ ചാറ്റിൽ ഷെയർ ചെയ്യുക. അല്ല, അതിന് മുമ്പ് അതൊന്ന് കോപ്പി ചെയ്ത് വെക്കുക.
ആ അഡ്മിനിസ്ട്രേറ്റീവ് URL എല്ലാം ഒരു ഫോട്ടോ എടുത്തിട്ട് എന്താണ് കോപ്പി ചെയ്യാൻ പറഞ്ഞേ? ആ അഡ്മിനിസ്ട്രേറ്റീവ് URL ഇല്ലേ, HTTPS, Yes. അതിനെ ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തോളൂ. അതിനെ ക്ലിക്ക് ചെയ്തായിരുന്നല്ലോ അല്ലേ? ഇത് ആരായിരുന്നു? ജിൻഷയല്ലേ? ആ കുഴപ്പമില്ല, ജിൻഷ. ഞാൻ ക്ലിക്ക് ചെയ്തു പോയതാ. സാരില്ല, നന്നായി. അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് അതായിരുന്നു. പ്രൈവസി എറർ എന്ന് പറഞ്ഞ ടാബിലേക്ക് വന്നോളൂ. അത് അവിടെയാണ് ഇരിക്കുന്നത്. ഒരു മിനിറ്റ്, അത് മുകളിലത്തെ ടാബ് ഒന്ന് മാറ്റാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ആ അത് ഹൈഡ് ആയി നിൽക്കുന്നോണ്ട് കോപ്പി ചെയ്ത് യെസ് പ്ലീസ്. ഞാനൊന്ന് സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കുവാണേ. ഇത് അല്ലല്ല, ഓക്കെ, ചെയ്തോളൂ. എല്ലാം കൂടെ ടാബ് ഇങ്ങനെ മോളി നിന്നിട്ട് എല്ലാം ഹൈഡ് ആയി നിൽക്കുന്നു. ഇതിങ്ങനെ, അപ്പം ഓക്കെ, സ്റ്റോപ്പ് ഷെയർ കൊടുക്കുവാണേ. യെസ്. സർ, നമ്മള് ഈ അഡ്മിനിസ്ട്രേറ്റീവ് URL എന്ന് പറഞ്ഞത് അവിടുന്ന് തൊട്ടിട്ടല്ലേ കോപ്പി ചെയ്യണ്ടേ? യെസ്, https:// നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് തൊട്ട് WP-admin എന്ന് പറഞ്ഞ വരെ കണ്ടോ? യെസ്. അവിടം വരെ കോപ്പി ചെയ്ത് വെക്കുക. HTTP അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണോ ചെയ്യണ്ടേ? അതെ അതെ, കറക്റ്റ് ആണ്. I need help. യെസ് പ്ലീസ്, ശീതൾ ഒന്ന് ഷെയർ ചെയ്തോളൂ, സ്ക്രീൻ ഒന്ന് അതെ, ഷെയർ. അറിയാതെ അതിലെ URL ഇല്ലേ, ഇതായിപ്പോയി, ക്ലിക്ക് ആയിപ്പോയി. ഇപ്പൊ അതിലോട്ട് ഡയറക്റ്റ് പോയി. ഒന്ന് ബാക്കിലോട്ട് ഞാൻ ബാക്ക് എടുക്കണ്ട, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നല്ല കാര്യമാണ്. അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ഓക്കെ, ശീതളിന്റെ ഡൊമൈൻ റെഡി ആയിട്ടുണ്ട്, വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ URL ക്ലിക്ക് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? അതെ അതെ, അഡ്മിനിസ്ട്രേറ്റീവ് URL-നെ ക്ലിക്ക് ചെയ്തോളൂ. കോപ്പി ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യണോ സാറേ? കോപ്പി ചെയ്തിട്ട് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. എല്ലാവരും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് URL-നെ ക്ലിക്ക് ചെയ്തെങ്കിൽ ഇതേപോലെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെങ്കിൽ ഓക്കെ. കോപ്പി ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിനെ ക്ലിക്ക് ചെയ്യാം. കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു അലേർട്ടാ വന്നത് എനിക്ക്. അതൊന്ന് ഷെയർ ചെയ്യാവോ? ഓക്കെ, ശീതൾ റെഡി ആയിട്ടുണ്ട്. ശീതൾ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ജിൻഷ ഒന്ന് സ്ക്രീൻ ഷെയർ. യുവർ കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ് അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് ജോമൻ, ഒറ്റ മിനിറ്റ് ഓരോരുത്തരായിട്ട് ചെയ്യാ. ജിൻഷ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഇതേപോലെയാ വന്നത്. അതിനെ അഡ്വാൻസ്ഡ് കൊടുക്കുക, അഡ്വാൻസ്ഡ്. എന്നിട്ട് ഏറ്റവും താഴെ പ്രൊസീഡ് ടു jinsharoy.online, ഏറ്റവും താഴേക്ക് വരും. നീല കളറിൽ പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് കടക്കാൻ പറ്റി. യെസ്, കറക്റ്റ് തന്നെയാണ്. ജിൻഷയുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ജിൻഷ, അതൊന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റീവ് URL എല്ലാവരും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സുഹൈറ ഷെയർ ചെയ്തോളൂ. മുഹമ്മദ് സാഹിബ് എങ്ങനെയുണ്ട്? ലോഗിൻ ചെയ്യാൻ പറ്റിയോ? മുഹമ്മദ് സാഹിബ് മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ.
സർ ആ റെഡി ആയിട്ടുണ്ട്. സുഹൈറ സുഹൈറ റെഡി സമർ ഉണ്ട്. ഡോട്ട് റെഡി ആയല്ലേ? ഓക്കെ അതെ. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. സുഹൈറയുടെ റെഡി ആയിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് URL ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചോളൂ. അടുത്ത ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്യുക. ജോമോൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. എടി നീ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല. അതില്ലേ ജോമോൻ സാർ 1 minute. യെസ്. ജോബിനെ വിളിച്ചിട്ട് ഇക്ക ചോദിച്ചു നിന്നെ സിമി വിളിച്ചോ എന്തേലും പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാനായിട്ട് അങ്ങോട്ടൊന്നും പറഞ്ഞില്ല, അവളായിട്ടാണ്. അവള് എല്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ആ ആ ആ ആ ജോബിൻ സാർ ഒരു മിനിറ്റ് ഷെയർ ചെയ്യാൻ ഒരു ജോബിനോട് ഇക്കയുടെ അഡ്രസ് വരെ ചോദിച്ചു എന്ന് പറഞ്ഞു. നീ ഫോൺ എടുക്കണ്ട, നീ ഫോൺ സാറേ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നന്നായി. നാളെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയായിരുന്നല്ലോ അല്ലേ? പറ്റിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് കാണിക്കുന്ന യുവർ കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു ഇതാവും. യുവർ കണക്ഷൻ ഇസ് നോട്ട് പ്രൈവറ്റിന്റെ തൊട്ട് താഴെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ കണ്ടോ? യെസ്, അഡ്വാൻസ്ഡ്. അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ? ഏറ്റവും താഴെ സ്ക്രീനിൽ പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയോ? ഇല്ല. ഒരു മിനിറ്റ് സാർ. ഹൈഡ് അഡ്വാൻസ്ഡ് എന്നാണ് കാണിക്കുന്നത്. കണ്ടിന്യൂ ടു jomon.online. കണ്ടിന്യൂ കൊടുക്കാം. പ്രൊസീഡ് ടു jomon.online. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അത് നമുക്ക് നാളെ സ്ക്രീൻ ഷെയർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയത്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ ഒക്കെ എല്ലാവരുടെയും ഓക്കെ ഓക്കെ സാർ. പേജ് ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇന്നൊരു 10-20 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. ബട്ട് നോ പ്രോബ്ലം. നാളെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നിർത്തുന്ന രീതിയിൽ ആക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. നമുക്ക് നാളെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫ്രഷ് ആയിട്ടിരിക്കാം. എന്ത് പറയുന്നു ശീതൾ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ടൈം. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. നാളെ Okay, സെയിം thanks. സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. ബൈ. നാളെ Good night. കാണാം.